മന്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. മന്തിയെപ്പോലെ അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ കൂടിക്കലർന്ന ഒന്നെന്ന് പറയാം. ആദ്യം റൈസ് വേവിക്കാൻ വെച്ചേ. അതിനകത്തോട്ട് പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, മല്ലി, ജീരകം എല്ലാം കൂടി ഇട്ട് തിളച്ച് വന്നപ്പം അരി വേവിക്കാനായിട്ട് വെച്ചു. ഈ സാധനങ്ങളെല്ലാം ചിക്കനകത്ത് വെക്കാനുള്ളതാണ്. മല്ലിയില, വറ്റൽമുളക്, പച്ചമുളക്, കിഴങ്ങ്, ചെറിയ സവാള ഒരെണ്ണം അരിഞ്ഞത്, പിന്നെ കപ്പലണ്ടി, ഉപ്പ്, ഗരം മസാല ഇതൊക്കെ പുരട്ടി കുറച്ച് നേരം മാറ്റി വെച്ചേ. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. ചിക്കനകത്തോട്ട് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒരു മണിക്കൂറെങ്കിലും ഞാൻ വെച്ചിട്ടുണ്ട്. നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച്. എന്നിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം കയറ്റി അമക്കി വെച്ച്. സാധാരണ ഇത് സൂചി നൂൽ വെച്ച് തയ്ച്ചൊക്കെ വെക്കുന്നത്. ഞാൻ പിന്നെ അങ്ങനെ ചെയ്തില്ല. ബാക്കി വന്ന സാധനമെല്ലാം കുക്കറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ഇട്ടിട്ട് ഈ ചിക്കനും എടുത്ത് അതിനകത്ത് തട്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വിസിൽ വരെ അടുപ്പത്ത് വെച്ച് 2 വിസിലിന് ശേഷം ആവി എല്ലാം പോയതിന് ശേഷമാണ് ഞാനത് തുറന്നത്. വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കാം. തീ കൂട്ടിയും കുറച്ചുമൊക്കെ വെച്ച് തിരിച്ചും മറിച്ചും സൈഡും ഒക്കെ നല്ല രീതിയിൽ മൊരിയിച്ചെടുത്തേ. റൈസ് വെന്തായിരുന്നു നേരത്തേക്ക്. പിന്നെ റൈസിനകത്ത് ഉപ്പൊക്കെ ഇട്ട് റൈസ് ഊറ്റി പിന്നെ അതെല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് പിന്നെ ഈ ചിക്കൻ്റെ വെള്ളവും കൂടെ ഒഴിച്ച് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ചിക്കൻ വറുത്ത ആ എണ്ണയിൽ തന്നെ കുറച്ച് സവാള കുത്തി അരിഞ്ഞതും, കുറച്ച് മല്ലിയില, കുറച്ച് ഉപ്പ്, തക്കാളി സോസ്, സോയാ സോസ് ഇതെല്ലാം കൂടെ ഒഴിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ശകലം ഇട്ടായിരുന്നേ. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വഴറ്റി ഈ ചിക്കൻ വീണ്ടും ഇടുന്നതിനകത്തിട്ടിട്ട് പുറത്തും അകത്തും എല്ലാം കൂടെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ബാക്കി വന്ന വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് റൈസിനകത്ത് കുറച്ച് നാരങ്ങ, കുക്കുംബർ ഇതെല്ലാം കൂടെ വെച്ച് പച്ചമുളകൊക്കെ വെച്ച് സെറ്റാക്കി. ഇനി കഴിച്ചാൽ മാത്രം മതി. കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ആ കപ്പലണ്ടി അതിനകത്തുനിന്ന് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അത് നല്ലതായിരുന്നെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.